അപ്പം എണ്ണ എടുക്കുന്ന പ്രോസസ്സിൽ ഈ പെറ്റൽസിനൊന്നും വലിയ റോളൊന്നും ഇല്ലല്ലേ? നമ്മുടെ ചെറുക്കനെ സിനിമയിലെടുത്ത ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു റൈഡാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ റൈഡാന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്പോൾ സ്പെഷ്യാലിറ്റി എന്നാന്നുള്ള കാര്യം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്ത് ചെന്നിട്ട് എന്നാന്ന് വെച്ചാൽ കാണാം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നേരത്തെ രണ്ടുപേര് തന്നെയാണ്. ഇത് പേര് പറ. ജയകൃഷ്ണൻ. എൻ്റെ പേര് നോനെയും. ഓ, താങ്കളുടെ പേര്? പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത രണ്ട് മിഥുനങ്ങൾ. അപ്പം നമുക്ക് വിട്ടാലോ? നമ്മളെ കാത്ത് കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ വരവ് കാത്ത്. അപ്പം നമ്മൾ അവരെ തേടി പോവാണ്. പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ടോപ്പിൽ കൂടെയാണ്. നമ്മളിപ്പോൾ പഴയ പാലത്തിൽ കൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ മെയിൻ പ്രശ്നങ്ങൾ വരുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് റോഡുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ പോർഷൻ ഉണ്ട്. അവിടെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാടിയേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഈ റോഡിനെ സംബന്ധിച്ച് നല്ലൊരു പ്രശ്നമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഞ്ഞിക്കുഴിയിലോട്ടാണ്. കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ കോട്ടയം കഞ്ഞിക്കുഴി അല്ല, ആലപ്പുഴ കഞ്ഞിക്കുഴി. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ തണ്ണീർമുക്കം വണ്ടിയിൽ നിന്ന് ആലപ്പുഴ റൂട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും ചെറിയൊരു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് മെയിൻ റോഡ് വഴിയല്ല, റോഡ് ചെറിയ ഡീവിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം 7-8 കിലോമീറ്റർ നമുക്ക് അതുവഴി വ്യത്യാസം വന്നിട്ടുണ്ട്, ഇല്ലേടി? യെസ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ആ സ്ഥലത്തിനോടനുബന്ധിച്ച് എവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് അല്ലേ? റൈറ്റ് അല്ല, ലെഫ്റ്റ് ആണ്. അതാണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ? പൂവെല്ലാം വാടിയ. ഗൈസ്, ഇതാണ് ആലപ്പുഴ കഞ്ഞിക്കുഴി ഭാഗത്തുള്ള സൂര്യകാന്തിയുടെ കൃഷി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പറ്റിപ്പോയി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂവൊക്കെ അത്യാവശ്യം നല്ലപോലെ വാടി നിൽക്കുകയാണ്. അത് ഈ ടൈമിൻ്റെ ആയിരിക്കുമല്ലേ? അല്ലേടാ, ഈ സമയം ആയതുകൊണ്ടായിരിക്കും പൂ ഇത്ര വാടിയേ? ആയിരിക്കും. നല്ല നമ്മൾ തന്നെ വാടി പോകുന്ന ടൈപ്പിലുള്ള വെയിലാണ്. ഇതുണ്ടോ, താരോ വന്ന് കുറേയൊക്കെ പറിച്ചോണ്ട് പോയതാണ്. ഇവിടെ വരുന്നവരൊക്കെ പറിക്കുന്നുണ്ട് അത്യാവശ്യം. ഇതേണ്ട പറിക്കുന്നു. ഇതുണ്ടോ, എന്നിട്ട് നീ അവരെ കുറ്റം പറയുന്നു. ഇതാണ് ശരിക്കും എൻ്റെ പൂവ്. ഈ സാധനമാണ് പൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ക്ലൈമറ്റൊക്കെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ സൂര്യകാന്തിയുടെ ടൈം എപ്പോഴാണെന്ന് ഇതുവരെ എനിക്ക് കൺഫേം ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ബ്ലൂമിങ്ങിൻ്റെ ടൈമാണ് ഈ ടൈം. ഒരു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആ ഒരു ടൈമിലാണ് സൂര്യകാന്തി പൊതുവെ ബ്ലൂമിങ് നടക്കുന്നത്. ഉണ്ടോ, ശോചനീയ അവസ്ഥയിലാണ് ഒരെണ്ണം നിൽക്കുന്നുണ്ടോ? പക്ഷേ നമുക്ക് കാണുമ്പോൾ അതിശയമാണ്. കാരണം ഇത്രയും വലുപ്പം, നല്ല വലുപ്പം, നല്ല വെയിറ്റും ഉണ്ട്. അതിനെയാണ് ഈ ഒരു തണ്ടയിൽ താങ്ങി നിർത്തിയിരിക്കുന്നത്. അത് ശരിയാ. എനിക്ക് വയ്യ. ശരിക്കും ഇത് ഇങ്ങനെ സൂര്യനെ നോക്കി, സൂര്യൻ അവിടെയാണെങ്കിൽ ഇങ്ങനെ സൂര്യനെ നോക്കി നിൽക്കേണ്ടതാണ്. എന്തോ കാരണത്താൽ ഇപ്പം ഇങ്ങനെ നിൽക്കും. എങ്ങനെ ഇവിടെ വരുന്നവരൊക്കെ പറിക്കുന്നുണ്ട് ഒരുപാട്. ഇത് കൃഷിയാണ്, പക്ഷേ അത് വരുന്നവർ തന്നെ പറിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂ മൊത്തത്തോട് പറിക്കുന്നൊന്നുമില്ല, എതിളുകളും പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കാണിച്ച സംഭവം എല്ലാം പറിക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ താഴെ ഓരോ ചെടിയുടെയും താഴെ വെള്ളരിക്കയുടെ കൃഷി നടക്കുന്നുണ്ട്. ഇത് ഈ ടൈപ്പ് കൃഷിക്ക് ഒരു പേര് പറയത്തില്ലേ? മറ്റേ ഇന്റർ ക്രോപ്പ് മെത്തേഡ്. അങ്ങനെ എന്തോ എന്ന് വെച്ചാൽ ഒരെണ്ണം വളരുന്ന കൂടെ തന്നെ മറ്റേതും കിളുക്കുന്ന ആ ഒരു ടെക്നിക്ക്. രണ്ടിൻ്റെയും കൂടെ ഇൻ്ററാക്ഷൻ ആണ് ഇവിടെ പ്രധാനം. വെള്ളരിയും പിന്നെ സൂര്യകാന്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം എന്തോരം ഒരു 3-4 ഏക്കർ കാണുമല്ലേ? ഇല്ല, കാണും. ഏകദേശം ഒരു 1.5 ഏക്കർ ഇത്രയും കാണുമല്ലേ? അന്ന് ടൈമിൻ്റെ ഇച്ചിരി പ്രശ്നമുള്ളതായിപ്പോയി. ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കാരണമാണെന്ന് തോന്നുന്നു
കാരണം വെയിൽ വരുമ്പോൾ ഈ മണ്ണിലെ ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര സൂര്യകാന്തി എന്ന് പറയുമ്പോൾ സൂര്യൻ ടൈമിൽ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ മണ്ണിൻ്റെ ചൂടൊക്കെ കാരണമായിരിക്കും ഇത് വാടി നിൽക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, തമിഴ്നാട്ടിലെ അല്ല ശരിയാണ്, കാരണം ഇത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കടൽ മണ്ണ് മിക്സാണ്. തമിഴ്നാട് ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിന് വേണ്ടി ചെരുപ്പില്ലാതെ ഈ മണ്ണിക്കൂടെ നടന്നാൽ നമുക്ക് നല്ല ചൂടായിരിക്കും. അപ്പം ഇവിടെ നിൽക്കുന്ന ഈ ചെടികളുടെ അവസ്ഥ പറിച്ചെടുക്കാടോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മണ്ണിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം. ഇവിടെ പൂവെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വാടി നിൽക്കുകയാണ്. പിന്നെ സൂര്യോട്ടമൊക്കെ അത്യാവശ്യം നല്ലവരുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെ സൂര്യകാന്തിയൊക്കെ നല്ലപോലെ കിളിക്കേണ്ടതാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് പറയാം ഏതൊക്കെ പോയിട്ടുണ്ട് വരുന്നവരൊക്കെ അത് പുറത്തേക്ക് പോകുന്നുണ്ടോ. നമ്മുടെ ചെറുക്കനെ സിനിമയിലെടുത്ത കോട്ടയം അയ്മന. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലായിരുന്നോ? ഞങ്ങള് കാലിക്കട്ടായിരുന്നു. ഇപ്പോഴാണ് ഇന്നലെയാണ് എത്തിയത്. അപ്പം അത് താമസിച്ചു. അല്ല ഞങ്ങളൊരു ഫംഗ്ഷന് വേണ്ടി പോയി. അവിടെ അപ്പോഴേക്കും ഇവിടെ ഇതൊക്കെ കഴിയാൻ തുടങ്ങി. ഞങ്ങള് ഒരാഴ്ചയായി പോയിട്ട്. അവരോട് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് 90 ദിവസം കഴിയുമ്പോഴാണ് ഇതിനെ സൺഫ്ലവർ ഓയിൽ നമ്മൾ എണ്ണയാട്ടാൻ എടുക്കുന്നത്. ഒരു 40-45 ദിവസത്തിലാണ് ഇത് വിടർന്ന് നല്ല ഭംഗിയോടെ നിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് കുഞ്ഞാണ്. 40-45 ദിവസമാകുമ്പോൾ സൺഫ്ലവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു 50-52 ദിവസം ആകുമ്പോഴത്തേക്കാണ് ഏതവസ്ഥയിലെത്തുന്നത്? ഈ ഒരു അവസ്ഥയിലെത്തുന്നത്. ആക്ച്വലി ഇത് ഈ ഭാഗത്തു നിന്നല്ലേ നമ്മൾ എണ്ണ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ വന്ന ടൈം ഇച്ചിരി ലോസ്റ്റ് ആയിപ്പോയി, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യകാന്തി പൂവിനെ സംബന്ധിച്ച് മഴ എന്ന് പറയുന്ന കണ്ടന്റ് ഒരിക്കലും വരാൻ പാടില്ല. പക്ഷേ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ചിട്ട് ഏത് നിമിഷവും മഴയും വെയിലും ഒക്കെ മാറി മാറി വരും. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയധികം ആടിപ്പോയത്. അല്ലെങ്കിൽ ഒരു 50-56 ദിവസം 60 ദിവസം വരെയൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണ്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 48-49 ദിവസം കണ്ടല്ലോ. ആ ഒരു മഴ മിനിഞ്ഞാന്നും മഴ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് 4-5 ദിവസം മുമ്പ് മഴ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ വാടി നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം ഓരോ സൺഫ്ലവറിൻ്റെ ചോട്ടിലും 1-2 വെള്ളരി നട്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളരി നമ്മുടെ ഭൂമിയിലെ ഈർപ്പം പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നല്ല ചൂടായതുകൊണ്ട് അതിന് വെള്ളം നൽകാനായിട്ട് ഈ ഒരു ഇടകൃഷി സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വാഴ നനയുമ്പോൾ ചീര നനയും എന്നൊരു കൺസെപ്റ്റ് അതല്ലേ അത്? അതെ, എത്ര ഉള്ളു. പിന്നെ വെള്ളരി ഇവിടെ നട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഏപ്രിൽ 15-14, അപ്പോൾ അന്ന് വിഷുവാണ്. അപ്പം വിഷുവിന് നമ്മൾ കണി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളരിയാണ് ഇവിടെ കാണുന്നത്. അപ്പം അന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊരു പക്ഷേ ഇതിൻ്റെ കൂടെ നട്ടിരിക്കുന്നത്. ഫുള്ള് ത്രൂ ഔട്ട് ലെന്ത് നമുക്ക് വെള്ളരി കാണാൻ പറ്റും. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10-20-25 ലൈനോളം ഉണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ? അതിൽ കൂടുതൽ ഓരോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരിത് അതൊരിത് അങ്ങനെ ഒരു 10-50 കാണും. ഒരു ലൈൻ ഏകദേശം ഒരു 150 മീറ്റർ ആണ് അല്ലേ? ഒരു ലൈൻ ഏകദേശം 150 മീറ്ററോളം ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു 1000-600 വെള്ളരിയോളം കാണും. ഇത് കണ്ടോ, ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരെണ്ണമയം ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എണ്ണ എടുക്കണം. അപ്പം എണ്ണ എടുക്കുന്ന പ്രോസസ്സിൽ ഈ പെറ്റൽസിനൊന്നും വലിയ റോളൊന്നും ഇല്ലല്ലേ? ഇല്ല. നടുക്കുള്ള ആ കുഞ്ഞി ഇതളുകളിൽ നിന്നുമാണ് എണ്ണ ആട്ടിയെടുക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇവിടെ തന്നെ വിളവെടുക്കുന്ന എന്താ സാധനത്തിന് വെള്ളരിക്ക, പിന്നെ ബ്രിഞ്ചാൾ, പിന്നെ ചീര, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ അവിടെ വിൽക്കാനായിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ പൊട്ടുകടല, ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ് ഇവരിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ച് നൈസായിട്ട് ഇവിടെ നിൽക്കുവാണ്. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതന്നെ ഏട്ടാ ഇത്? ഓ അത് ഗൈസ് ഞാൻ വെജിറ്റബിൾസിൻ്റെ കാര്യം പറഞ്ഞത് ഇതൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ഇവർ കൃഷി ചെയ്ത് ഇറക്കുന്ന ഐറ്റംസാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം വേണ്ട കടല ഐറ്റംസ്, പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഐസ്ക്രീമും കാര്യങ്ങളും. അങ്ങോട്ടെല്ലാ നിരയിലെല്ലാം ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എവിടുന്നാണ് വന്നേ? കഞ്ഞിക്കുഴിയല്ലേ? കഞ്ഞിക്കുഴിയായിരുന്നു. കഞ്ഞിക്കുഴിയല്ല, നമ്മള് മൊഹമ്മ. ഓക്കെ, നമ്മൾ മുഹമ്മന്ന് ആ സൂര്യകാന്തിയുടെ ഫ്ലോപ്പ് പരിപാടിയൊക്കെ കണ്ടിട്ട് ഇപ്പം തണ്ണീർമുക്കം ബീച്ചിൻ്റെ ഏരിയയിലെത്തിക്കുക. പക്ഷേ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഏരിയയിലെത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബണ്ടിൻ്റെ ഏരിയയിൽ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ ഈ നമ്മൾ ഏകദേശം കോട്ടയംകാരനൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഏരിയ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ പുതിയ പാലമാണ് ബണ്ടിൻ്റെ. കണ്ടോ ലോണ്ടല്ല ആ ഭാഗത്താണ് പഴയ പാലത്തിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. പുതിയ പാലം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടുന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വഴിയുണ്ട്. ഇപ്പുറത്തോടെ കയറി വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഇടവഴി കൂടെ കയറി വരുമ്പോഴാണ് ഈ സ്പോട്ട്. നല്ല കാറ്റ് കാരണം അത്യാവശ്യം കടലിലെ പോലെ തന്നെ തിരയടിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാം, നല്ല കാറ്റാണ് ഇവിടെ. തണുപ്പുണ്ടോടി? പിന്നെ ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതാണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കെട്ടി അടച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തുവാടാ ചാച്ചാ അത്? എനിക്കൊന്നും തോന്നിയില്ല ഗൈസ്. ഈ ഇതെന്തായിരിക്കും ഷീറ്റൊക്കെ? വണ്ടിന് വേണ്ടിയിട്ട് ആയിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും എനിക്ക് കൈ ഇപ്പൊ 2020 സിനിമയിലപ്പോ ഒരു വലിയൊരു സുനാമി എന്ത് ചെയ്യും? കായലില് പാലൊക്കെ മൂടുമായിരിക്കും അല്ലേ? എവിടെ സുനാമി? കായലില്. സുനാമി അവിടെ കായലില്. സുനാമി വന്നു. പോടാ 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 പ്രാന്ത.